എന്റെ 365 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതലായിക്കോട്ടെ, വേറെ എന്ത് കാര്യത്തിലായിക്കോട്ടെ, ഞാൻ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ വാച്ച് ദിസ് വീഡിയോ കംപ്ലീറ്റ്ലി. നമ്മൾ പലരും പറയുന്നതാണ് ഞാൻ ചെയ്തു എനിക്ക് കിട്ടിയില്ല, ഇന്നത് ചെയ്തു ഇന്നത് കിട്ടിയില്ല. എന്തൊരു സാധനം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്തോ ആയിക്കോട്ടെ, അത് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാനേക്കാളും മുന്നേ ആയിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, വൈ? അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം അതിന് ട്രൈ ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഒരു 5-10% ആയിരിക്കും ട്രൈ ചെയ്തിട്ടുണ്ടാവുക, അതും 1-2-3 പ്രാവശ്യം. ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ദാറ്റ് വി ഡൺ. അതുകൊണ്ടാണ് നമുക്കത് കിട്ടാതെ. ഒരു ഇയറിൽ 2026 ഞാൻ കണ്ണടച്ച് ഫോളോ ചെയ്യുന്ന ഒരു കോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അലക്സ് ഹോർമോസിന്റെ ഒരു കോട്ടാണ്. ആളൊരു ഓൺടർപ്രണർ ആണ്, ഓതർ ആണ്, യൂട്യൂബർ ആണ്. ദാറ്റ് ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ സംതിങ് ദെൻ ഡു സോ മച്ച് വോളിയം ഓഫ് ഇറ്റ്. അതായത് എത്രത്തോളം 2-3-4 പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതല്ല. അതായത് ഷോർട്ട് സ്പാനിൽ എത്രത്തോളം ട്രൈ ചെയ്യാൻ പറ്റും. 100 പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 100 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പറയാൻ കിട്ടിയില്ല എന്നുള്ളത്. അതായത് 4-5 വീഡിയോ അപ്ലോഡ് ചെയ്തു, നടന്നില്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. നടക്കുന്നവരുണ്ടാവും, അത് പറഞ്ഞത് അവരുടെ ഇത്. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നമുക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഞാൻ ഒരു 100 വീഡിയോ അപ്ലോഡ് ചെയ്തോ, ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു, ഇതൊന്നും എനിക്ക് വർക്ക് ആവുന്ന സംഭവം അല്ല. നമ്മൾ 1000 വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നേ? ലൈക്ക് ദ വോളിയം മാറ്റേഴ്സ് എ ലോട്ട്. നിങ്ങൾക്ക് എന്തൊരു കാര്യം ആയിക്കോട്ടെ, വേണമെന്നുണ്ടെങ്കിൽ വോളിയത്തിൽ കളിക്കുക. അതായത് എത്രത്തോളം വോളിയത്തിൽ നിങ്ങൾ ആ കാര്യം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ അവിടെ അൺസക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് കമ്മിയായി വരും. അതായത് അൺസക്സസ്ഫുൾ ആവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു റീസൺ പോലും ഉണ്ടാവില്ല. ബിക്കോസ് യു ആർ വർക്കിംഗ് ഓൺ ദ വോളിയം. നിങ്ങൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ ട്രൈ ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു കോയിൻ, ഇവിടെ കോയിൻ ഉണ്ടോ? ഐ ഹാവ് കോയിൻ. നിങ്ങളൊരു കോയിൻ എടുത്തൊരു ടോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഹെഡ് വരാം, ഇല്ലെങ്കിൽ ടെയിൽ വരാം. ഒരു പ്രാവശ്യം ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല നമുക്ക് എന്ത് വരുന്നുള്ള കാര്യം. ടെയിൽ വന്നു. അതേസമയം ഒരു 10 പ്രാവശ്യം ഈ ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹെഡ് വരേയില്ല, വരന്നെ ചെയ്യും അല്ലെ? സോ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് നോർമൽ ആയിട്ട് ലെവലിൽ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സക്സസ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ ഫെയിലിയർ ആവാം. 50-50 ചാൻസ് ആണ്. പക്ഷെ ആ ഒരു സെയിം സംഭവം നമ്മൾ 100 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലോ നമ്മളെ സംബന്ധിച്ചും ആ ഒരു സക്സസ് റേഷ്യോ കൂടും. വോളിയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഈ ലക്ക്, പീരീഡ്, എന്താ പറയാ ഹാർഡ് വർക്ക്, ഇതൊക്കെ മാറ്റി നിർത്തി ഒരു സ്കില്ലാത്തവരും മാക്സിമം നമ്പറിലിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ട കാര്യം എവിടെയെങ്കിലും അവന് കിട്ടുക തന്നെ ചെയ്യും. അതായത് ഒരു സ്കിൽ ഇല്ലെങ്കിൽ പോലും, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യണം, ഒരു 100 വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി ഒന്നാമത്തെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടും കൊള്ളിലായിരിക്കും, ചിലപ്പോൾ അത്രയും മോശമായിരിക്കും. പക്ഷെ 100ാമത്തെ വീഡിയോ എത്തുന്ന സമയത്ത് ഞാൻ അത്രയ്ക്കും മോശമായിരിക്കില്ല. എനിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ആ 100 വീഡിയോനകത്ത് എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും ചെയ്യും. അതാണ് ഈ വോളിയത്തിന്റെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കില്ലായിട്ടുള്ളവരോ ടാലന്റ് ആയിട്ടുള്ളവരോ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നും നിങ്ങൾക്ക് അറിയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് പഠിക്കാനുള്ള ഒരു കഴിവുമില്ല, ബട്ട് സ്റ്റിൽ യു ആർ ട്രൈങ് മോർ ദാൻ അതർ പീപ്പിൾ ആർ ഡൂയിങ്. മറ്റവൻ ഒന്നാണ് ചെയ്യുന്നത്, ആ സമയത്ത് 10 ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവനെക്കാളും ഒരു ടൈമിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ചിലപ്പോൾ അവൻ ടാലന്റഡ് ആയിരിക്കും, ചിലപ്പോൾ അവൻ 2 ചെയ്യുന്ന സമയത്ത് അവൻ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടി. നിങ്ങൾ ടാലന്റഡ് അല്ല, സ്കിൽഡ് അല്ല, പക്ഷെ അവൻ 2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ 10 ചെയ്തു. അയ്യോ ഈ ഐഡിയ വർക്ക് ആവില്ല എന്ന് ആലോചിച്ച് നിങ്ങൾ 10 ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് വോളിയം. ഞാൻ ഈ വീടിനെ ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. ദിസ് ഈസ് ദ തിങ്. നിങ്ങൾക്ക് എന്തൊരു കാര്യം വേണമെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞേക്കാളും മുന്നേ ഞാൻ എത്രത്തോളം അതിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്, എത്ര നമ്പർ അല്ലെങ്കിൽ എത്ര വോളിയത്തിൽ 1-2 പ്രാവശ്യം ചെയ്ത് നിർത്തുവാണോ ചെയ്ത്, അല്ലെങ്കിൽ മാക്സിമം നമ്പറിൽ ഷോർട്ട് ടൈം ഓഫ് പീരീഡിൽ മാക്സിമം വോളിയത്തിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് നോ ആണ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റീസൺ യു ഡിഡ്ന്റ് ഗെറ്റ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, എത്ര കാലം ഹാർഡ് വർക്ക് ചെയ്തു, അതൊരു മാറ്റർ ആണ്. നമ്മൾ ചിലപ്പോൾ നന്നായി പണിയെടുത്തിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ആദ്യത്തെ 2 എക്സാമ്പിൾ, ഞാൻ വീഡിയോന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഞാൻ ആദ്യത്തെ 2 വീഡിയോ എത്രയും 2-3 മണിക്കൂർ എഡിറ്റ് ചെയ്തിട്ടു. അതിന്റെ ഒരാഴ്ച ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ പകുതിയിൽ ഞാൻ നിർത്തി, വോളിയത്തിൽ ഞാൻ കളിക്കാൻ മറന്നുപോയി. സോ ദാറ്റ് വുഡ് ബി എ വൺ ഇമ്പോർട്ടന്റ് റീസൺ നമുക്ക് കിട്ടാത്തതിനുള്ളത്. സോ ദിസ് ഈസ് എ സീക്രട്ട് കോഡ്, ചീറ്റ് കോഡ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിന് പറയാം. ഡു ആസ് മച്ച് ആസ് യു ക്യാൻ. ലൈക്ക് മറ്റൊരാളും ചെയ്യുന്നത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമലി ഒരാൾ ഇത്ര ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സൊസൈറ്റിയിൽ എന്താ പറയാ ഒരു ഇതുണ്ടാവില്ല, ഇത്ര ചെയ്താൽ മതി. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ലിമിറ്റിന് പുഷ് ചെയ്ത് ആസ് മച്ച് ആസ് യു ക്യാൻ നിങ്ങൾ അതില് പണിയെടുത്തുകൊണ്ടേയിരിക്കുക. അത്രയും വോളിയത്തിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുക. യു വിൽ see that result will automatically follow you. നിങ്ങൾ ഇങ്ങനെ പ്രോസസ്സിൽ അത്രയും റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് പോയി തപ്പി നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എക്സാമ്പിൾ ഒരു റീൽ ഇട്ടിട്ട് ഞാൻ 2 ദിവസത്തിൽ എന്തൊക്കെയാ എന്റെ റീൽ വ്യൂസ് എത്രയാ, 10-100 വ്യൂസ്, അതിന്റെ പിന്നാലെ ഞാൻ എന്റെ എനർജി അതിൽ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് എന്നെ തിരിഞ്ഞു നോക്കണമെന്നില്ല. അതേസമയം ഞാൻ ഒരു ദിവസം 3-4 വീഡിയോ ഇടുവാണ്, എനിക്ക് വ്യൂസ് എത്രയും ചെക്ക് ചെയ്യാനോ ബാലൻസ് എനിക്ക് അതൊന്നും ചെക്ക് ചെയ്യാൻ സമയമില്ല. ഞാൻ എന്റെ പ്രോസസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. റിസൾട്ട് വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ മീ.
ഇതേപോലെ തന്നെയാണ് ഏതൊരു ഫീൽഡ് ആണെങ്കിലും ഏതൊരു ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആണെങ്കിലും. ഡു ആസ് മച്ച് വോളിയം ആസ് യു ക്യാൻ. നിങ്ങളുടെ മാക്സിമം ലിമിറ്റ്, വേറൊരാളുടെ ലിമിറ്റ് അല്ല നിങ്ങളുടെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഡെഫിനറ്റ്ലി റിസൾട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.